അല്ല ഉണ്ണിയേട്ടാ, നിങ്ങൾ അറിഞ്ഞോ നമ്മളെ സരോജിനീച്ചിന്റെ മോള് ഏതോരത്തിന്റെ പേര് ചാടിപ്പോയാല്? അതിപ്പോ അത് ഇന്നലെ രാവിലെ. വല്ലാത്തൊരു കോൾഡ് ഇട്ടോ. അല്ലേ നിങ്ങളോട് ആരാ ഇത് പറഞ്ഞേ? എന്നോട് നമ്മളെ ചെണ്ട ചന്ദ്രൻ പറഞ്ഞ. ഞാൻ ആലോചിക്കുക ഓരോരുത്തരെ കാര്യം. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാലേ അത് നാട് നീളെ പറഞ്ഞിട്ട് നടക്കാം. ഇനി ഞാനാ പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് എവിടെയും പോയി പാടി നടക്കാൻ പോകണ്ട കേട്ടോ. എന്താ രണ്ടാളൂടി ഇങ്ങനെ ഇരിക്കുന്നു? മെമ്പറേ, സരോജിനിയത്തിന്റെ മോള് ചാടിപ്പോയ കഥ പറഞ്ഞേ. ഞാൻ അറിഞ്ഞു. വേറൊരു കാര്യം പറയാൻ നിങ്ങൾക്കറിയോ, നമ്മളെ നാട്ടില് ലഹരി വളരെയധികം വ്യാപകമായി ഭയാനകരമായ ഒരവസ്ഥയിൽ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെതിരായിട്ട് ബോധവൽക്കരണം നടത്താനും അതുപോലെ തന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കാനും ഒരു തീരുമാനത്തിലെത്തുന്നു. അപ്പോ ഇതിനെ തടയിടാൻ നമ്മൾ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിന്റെ മുഴുവൻ ചെറുപ്പക്കാരെയും പറഞ്ഞു. ഇനിയും നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ വഴിവഴച്ചു പോകാൻ പാടില്ല. അപ്പൊ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനും അത് വിജയിപ്പിച്ചെടുക്കാനും ഇതിന്റെ ഒരു കോർഡിനേറ്ററായി ഇപ്പോ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് സജീവന് ആ കാര്യം ചുമതലയേൽപ്പിക്കാൻ. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ രണ്ടാക്കും മനസ്സിലായില്ലേ? ഓ, സജീവന്റെ അഭിപ്രായം എന്താ? അപ്പൊ ഒന്നും പറഞ്ഞില്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഞാൻ എന്തിനും റെഡിയാ.